ചോദിച്ചു വാങ്ങണം. ഇവിടെ വെച്ച് നരകമോചനം അമലിലൂടെ വാങ്ങിയ മഹാനല്ലേ അത്തീഖുല്ലാഹ് എന്ന് പേര് ലഭിച്ച അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു മോചിപ്പിച്ച ആള് എന്നല്ലേ അത്തീഖുല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണ് ആ ഇത്തഖ് സിദ്ദീഖ് റളിയല്ലാഹുവിന് ലഭിച്ചത്? അന്ന് മക്കയിൽ ആരും ചെയ്യാത്ത ഏറ്റവും വലിയ സുഹൃതമാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി, സങ്കടപ്പെട്ടുപോയി. വിവസ്ത്രനായി കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മരുപ്പറമ്പിൽ ഒരു ഗതിയുമില്ലാത്ത ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന യജമാനൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്ന രംഗം കാണുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചുപോയി. ഒട്ടും താമസിച്ചു നിൽക്കാതെ ഉമയ്യത്തിനോട് ചോദിച്ചു, ഉമയ്യത്തെ, ഈ കറുത്ത അടിമയാണ്, മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ ആകെ 200-300 ദിർഹം വേണ്ടി വരും. എന്ത് വേണം ഈ അടിമയെ നീ ഒന്ന് മോചിപ്പിച്ചു തരാൻ? ഉമയ്യത്ത് പറഞ്ഞത് തൊള്ളയിൽ കൊള്ളാത്ത വിലയാണ്. ഒരാളും ആ വില സമ്മതിച്ചുകൊണ്ട് കച്ചവടം ചെയ്യൂല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ മർദ്ദനം പിന്നെ കാണൂലല്ലോ. അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ട് സ്വതന്ത്രയാനാൽ ധൈര്യമായല്ലോ. അടിമയാണെന്ന് കരുതിയിട്ടല്ലേ ഈ പീഡനം. വിവസ്ത്രനാക്കി കിടത്തി ഒരു തെറ്റും ഒരു കുറ്റവും ചെയ്തതല്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹുവിലുള്ള വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചു എന്നത് ഒരാളോടുമുള്ള തെറ്റല്ല. അല്ലാഹുവിനെ ഒരാൾ വിശ്വസിച്ചു, ഒരാൾ ഇസ്ലാം ഉൾക്കൊണ്ടു എന്നുള്ളത് മറ്റു മനുഷ്യന്മാരെ തെറ്റാക്കാനോ കുറ്റമാക്കാനോ വഴിയല്ല. അവരെ കൂടി നന്നാക്കാനും അവർക്ക് കൂടി നന്മ ചെയ്യാനുമുള്ള വഴിയാണ്. ഒരൊറ്റ മുസ്ലിമും ഒരമുസ്ലിമിനെ ചീത്ത പറയാൻ പാടില്ലല്ലോ. ഒരൊറ്റ മുസ്ലിമും ഒരു ഹൈന്ദവനെയും ഒരു ക്രൈസ്തവനെയും ചീത്ത പറയാൻ പാടില്ല. അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, അവരെ വഷളാക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സൗന്ദര്യമുള്ള സ്വഭാവം അങ്ങനെയാണ്. മുസ്ലിമിന്റെ ഏറ്റവും പകിട്ടാർന്ന മഹിമയും അങ്ങനെയാണ്. അപ്പോഴല്ലേ യഥാർത്ഥ മുസ്ലിമാകൂ. അടിമത്വത്തിന്റെ പേരിലല്ലേ ഈ പീഡനം. ഒരിക്കലും പൊറുക്കാത്ത വില പറഞ്ഞപ്പോ നബിതങ്ങളോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ സിദ്ദീഖ് തങ്ങൾ എണ്ണിയങ്ങ് കൊടുത്തു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച് നബിതങ്ങളെ ഹളറത്തിലെത്തിയപ്പോ സിദ്ദീഖേ, അൻത അതീഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അതീഖാണ്. അല്ലാഹ് ഇത്ഖ് നൽകിയ ആളാണ്. ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അല്ലാഹു മോചനം തന്നു. അത് വലിയ ഭാരിച്ച അമൽ കൊണ്ട് നേടിയെടുത്ത മഹാഭാഗ്യമാണെങ്കിൽ ആ ഇത്ഖിനും പറ്റിയ മാസമാണ് വിശുദ്ധ റമളാൻ. ആ റമളാൻ ശരീഫിൽ 3 കാര്യങ്ങൾ പുരുഷന്മാരെ അധികരിപ്പിക്കേണ്ടതുണ്ട്. ശഅബാനിലും നമ്മൾ അത് വിട്ടുമാറ്റാൻ പറ്റാത്തതാണ്. റമളാനിൽ ഏറ്റവും അധികം ചെയ്യണം. അതിലൊന്നെന്താണ്? തുസന്നു ഇക്സാറു തിലാവത്തിൽ ഖുർആൻ. ഖുർആനിന്റെ മാസമല്ലേ റമളാൻ മാസം. ഖുർആനിന്റെ വാർഷികമല്ലേ റമളാൻ മാസം. റമളാനിൽ ഖുർആനോത്ത് പെരുപ്പിക്കണം. ഉപ്പാപ്പമാര് 8 ഖത്മ് തീർത്തവരുണ്ട്, 10 ഖത്മ് തീർത്തവരുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൗകര്യങ്ങളും അവര് കണ്ടിട്ടില്ല, വൈദ്യുതി അനുഭവിച്ചിട്ടില്ല. ചിമ്മിനി വിളക്കിന്റെ പുകയിൽ മൂക്കും കണ്ണും പുകയാർന്ന രീതിയിൽ രാത്രിയിലും സുബഹിക്കും അല്ലാത്ത സമയത്തും ഖുർആനോതി ഖത്തം തീർത്തതാ. നമ്മളെപ്പോലെ ഒരാഴ്ചക്ക് കണക്കാക്കി ഓരോ ദിവസം ഓരോ ജോഡി വസ്ത്രം അവർക്കില്ല. നമ്മളെപ്പോലെ ഓരോ കൂട്ടത്തിന് ഓരോ ചെരുപ്പ് അവർക്കില്ല. നമ്മളെപ്പോലെ പുതുമയാർന്ന വീടുകളില്ല. നമ്മളെപ്പോലെ പുതുമയാർന്ന ബെഡുകളില്ല. പുതുപുത്തൻ ഫർണിച്ചറുകളില്ല. ആ ഉപ്പാപ്പമാരെ സബീലിൽ നിന്നുകൊണ്ട് ഏറെ ഖത്മ് തീർക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായി ഏറ്റവും ബന്ധം പുലർത്തുന്ന മാസം ശഅബാനിനേക്കാളും അധികം മറ്റു മാസങ്ങളെക്കാളും അധികം റമളാനിലാണ്.
3 കാര്യങ്ങളാണ് നബി തങ്ങൾ ഖുർആനുമായി റമദാനിൽ ബന്ധപ്പെട്ട് ചെയ്യാറുള്ളത്. ഒന്ന് ഖുർആൻ ഓത്ത്, മറ്റൊന്ന് ഖുർആൻ ഖത്മ്, മറ്റൊന്ന് മുദാറസത്തുൽ ഖുർആൻ. മുദാറസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അക്കൊല്ലം എത്ര സൂറത്തുകൾ, എത്ര ആയത്തുകൾ ഇറങ്ങിയത് മൊത്തം നബി തങ്ങൾക്ക് ഓതിക്കൊടുക്കും. തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ ഇങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനും ഓതിക്കൊടുക്കും. ഇതിനാണ് മുദാറസ, ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖുർആനിന്റെ പഠനങ്ങൾ പലയിടത്തും നടക്കുന്നിടത്ത് നമ്മൾ അവിടെ സംബന്ധിക്കണം. ഖുർആൻ ഏറെ ഖത്മ് തീർക്കണം വിശുദ്ധ റമദാനിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം 5 ജുസ് വെച്ച് 5 സമയങ്ങളിലായി ഓതുന്ന ഒരാൾക്ക് റമദാൻ 30 ആകുമ്പോഴേക്ക് ഒരു 5 ഖത്മെങ്കിലും തീർക്കാൻ പറ്റും. അത് എളുപ്പമാണ്, അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെക്കാളും അമല് ചുരുങ്ങിയ ആൾക്കാർ. നമ്മൾ റമദാന്റെ പകല് മുഴുവനും ഉറക്കിനും രാത്രി മുഴുവനും ഭക്ഷണത്തിനുമാക്കി മാത്രം നീക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോ നമ്മളെ ജീവിതം പണ്ടൊരാൾ പറഞ്ഞ മാതിരി കന്നുകാലികളെ പോലെയാകും. പകല് സമയത്തും രാത്രി സമയത്തൊക്കെ അങ്ങനെ ആയി മാറിയാൽ അങ്ങനെ ആകരുത്. പകല് ഒന്നും ചെയ്യാൻ പറ്റൂല, ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് എന്ന് കരുതരുത്. ഒരാഴ്ചയോളം ഭക്ഷണം കിട്ടാതെ ഓരോ ദിവസവും ഒരു ചുള കാരക്ക 2-3 മണിക്കൂർ നേരം മധുരം ആസ്വദിച്ച് ഖന്തക്ക് കുഴിച്ചവരാണ് നമ്മളെ നേതാക്കളായ സ്വഹാബിമാര്. നമ്മളത് മറക്കരുത്. അള്ളാന്റെ ദീനിന് വേണ്ടിയാണ് ചെയ്തത്. നമ്മളത് മറക്കരുത്. ഇത് റമദാനിന്റെ ഒരു പകലിൽ നോമ്പ് നോൽക്കലോട് റമദാനിൽ നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കണം. റമദാൻ നോമ്പ് നോറ്റാ മഗ്ഫിറത്ത് കിട്ടൂലേ? പക്ഷെ 2 കാര്യം അതിന് വേണം. തറാവീഹ് നിസ്കരിച്ചാ പാപം പുറത്ത് കിട്ടൂലേ? 2 കാര്യം വേണം. ലൈലത്തുൽ ഖദറിൽ രാത്രി ഹയാത്താക്കിയാൽ, ഓരോ ഒറ്റയിട്ട രാവുകളും ഹയാത്താക്കിയാൽ നമ്മൾ പാപം പുറത്ത് കിട്ടൂലേ? 2 കാര്യം വേണം. എന്താ 2 കാര്യം എന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന, ഒരാൾ റമളാൻ നോമ്പ് നോറ്റാൽ ഈമാനൻ, വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹ് നിർബന്ധാക്കിയ കാര്യമാണ് ഉറച്ച വിശ്വാസം. അതെല്ലാവർക്കും ഉണ്ട്. 2ാമത്തെ കാര്യം വേണ്ടത് വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ച്. എന്തെന്നാ ഇതിന്റെ അർത്ഥം? പ്രതിഫലം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിവക്ഷ? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തി, ഒരിക്കലും റമദാന്റെ പകലിനെ പറ്റി ഒരു പ്രയാസപ്പെടുത്തുന്ന ധാരണ കൽബിൽ വരാൻ പാടില്ല. പടച്ചോനെ, ഇനി 10-30 ദിവസം കഞ്ഞി കിട്ടൂലല്ലോ, ഉച്ചക്ക് ചോറും കൂട്ടാനും കിട്ടൂലല്ലോ, എന്നേക്കും ഇതൊന്ന് തീർന്നിട്ടുക തുടങ്ങിയല്ലോ, ഇനിയിപ്പോ ഒരു ഹോട്ടലും കയറിയ മനുഷ്യന്മാര് കാണൂലേ, ഇതൊന്നും ചിന്ത വരാൻ പാടില്ല. അങ്ങനൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് എല്ലാരും ചെയ്യുമ്പോ ഞാനും ചെയ്യാനാണെങ്കിൽ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ 2 ഷർത്തുണ്ട്. ഒന്ന്, വിശ്വസിച്ച് ചെയ്യണം. 2ാമത്തെ ഒന്ന് തികഞ്ഞ ഇഖ്ലാസാണ്. ഇത് വന്നതിന്റെ പേരിൽ ഒരു വിഷമവുമില്ല മനസ്സിൽ. അതിനൊരു ഭാരമായി കരുതരുത്, അതൊരു ദീർഘിച്ചതാണ് എന്ന് കരുതരുത്. തറാവീഹ് നിസ്കാരത്തിനും മഗ്ഫിറത്ത് ലഭിക്കും. ചെറുദോഷങ്ങളെ കൊണ്ടാൽ ചെറുദോഷങ്ങളാണ് അമലുകളെ കൊണ്ട് പൊറുക്കുന്നത്, വൻദോഷമല്ല. ചെറുദോഷങ്ങൾ അല്ലാഹ് അമലുകളെ കൊണ്ട് പൊറുത്തു തരണമെങ്കിൽ തന്നെ അതിന് ഇഹ്തിസാബ് വേണം. 1ാമത്തെ റക്അത്തിൽ കൈകെട്ടിയപ്പോ ചിന്ത വന്നു, പടച്ചോനെ, കഴിഞ്ഞൊല്ലത്തെ ഇമാം 8:30 തുടങ്ങിയിട്ട് 9:15 ആകുമ്പോഴേക്ക് 20 തീർന്നിരുന്നു. ഇയാള് പതുക്കെയാണ് പോകുന്നത്, എന്നാ അതൊക്കെ തീർന്നിട്ട. 2 റക്അത്തായപ്പോഴേക്ക് നിന്റെ മുഖം വാടി, നീ ഒന്ന് ഹറമിലേക്ക് പോകൂ. 1.5 മണിക്കൂർ നീണ്ട ജമാഅത്തിന് 90 വയസ്സുള്ള അറബികളൊക്കെ ഇരിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് ഖിയാമിലായി നിന്നിട്ട് തറാവീഹ് ആസ്വദിക്കുന്നു. 20 നിസ്കരിച്ചിട്ടവര് മടങ്ങുന്നു. എത്ര ദീർഘിച്ച തറാവിയാണ്, അവർക്ക് പരാതിയില്ല. ഒരു ദിവസം വന്നതുകൊണ്ട് മറ്റൊരു ദിവസം മുടങ്ങുന്നില്ല. അവര് വരാതുമ്പോ ആരെങ്കിലും അത് കേസ് കൊടുക്കോ ഇല്ല. അപ്രായത്തിലും അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് വഹ്തിസാബാ. സുഹൃത്തുക്കളെ, കുറച്ച് നിസ്കരിച്ച് മടുപ്പ് തോന്നരുത്. ഏക്കറക്കണക്കിന് തിന്നിട്ട് ഉറക്കം തൂങ്ങരുത്. ഇഷ്ടം പോലെ വാരി വെട്ടി മുണുങ്ങിയിട്ട് 4ഉം 5ഉം 6ഉം റക്അത്താകുമ്പോ കുത്തർന്ന് തൂങ്ങരുത്. പിന്നെ പോയി പള്ളിന്റെ ചെരുവിലൂടെ കടന്നുറങ്ങരുത്. ഉമ്മമാരെ, നിസ്കാര കുപ്പായത്തിലായി വീണുപോകരുത്. അങ്ങനെ പൊരെ പോയി നോക്കുമ്പോ എല്ലാ ദിവസവും പരാതി. അങ്ങനെ എന്ത് ക്ഷീണായപ്പോ 4 റക്അത്ത് നിസ്കരിച്ച് ഞാൻ അവിടെ കടന്നു. എന്തിനാ ക്ഷീണം? വിറക് കൊത്താണ്ടോ?
എവിടെ കൊത്തുന്നു? ഇന്ദിര വിറകൊത്തിന്. ഇപ്പൊ അതല്ലേ ഇപ്പത്തെ അടുപ്പ് പറഞ്ഞ ഒക്കെ അടുപ്പല്ലേ, പുകയില്ല അടുപ്പുകളല്ലേ. പുകയില്ലാത്ത അടുപ്പുള്ള ഏതൊരു സ്ഥലം ഉണ്ടാകും ഇപ്പൊ? എവിടെ ഉണ്ട്? എല്ലാ മുക്കിലും മൂലയിലും അള്ളിയിലും ഉള്ളിയിലൊക്കെ ഉണ്ട്. എല്ലാ കുണ്ടിയിലും ഉണ്ട് അടുപ്പ്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. വെള്ളം കോരണോ? വേണ്ട. ഇനി ചരമാന്തിമേൽ ഇരുന്നിട്ട് കുറെ നേരം ഊര കെടുത്തിട്ട് അതിങ്ങനെ ചെറുക്കണോ? അതൊന്ന് അമ്മിക്കുട്ടിമേൽ ഇട്ടിട്ട് അരക്കണോ? ഇത്ര വലിയ സ്വർഗജീവിതം അള്ളാഹുത്തല മുൻഗാമികൾക്ക് കൊടുത്തണോ ഉമ്മമാരെ? പിന്നെ എന്താണ് ഈ ക്ഷീണം തന്നത്? ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണാണ്, വേറെ ഒരു ക്ഷീണമില്ല എന്ന് പറഞ്ഞാൽ. അഥവാ പൊറാട്ട ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ പറയും പൊറാട്ട പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ആണുങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് മോശമാക്കാൻ പറ്റില്ല, ഒരു 5-6 തിന്നിയില്ലെങ്കിലും മോശമാണെന്ന് കരുതും. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 തിന്ന എന്ന് കരുതി 7 പൊറാട്ടയും ഒരു 11 പത്തിരിയും, വിത്തറിന്റെ തക്കാത്തിന്റെ എണ്ണം കണ്ട ഒരു 11 പത്തിരി. അങ്ങനെ പത്തിരി ചെറുതല്ലേ. ഇതോടൊക്കെ കൂടെ പോയി നോക്കുമ്പോഴേക്കും പട്ടാളപ്പള്ളിന്റെ മിഹ്റാബ് പോലെയായി പിന്നെ പള്ളൊന്നായിട്ട്. ചില ആൾക്കാർ കണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ ഇങ്ങനെ വരും. അല്ലാഹു അക്ബർ, എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഓർക്കാറില്ല. ഓലിങ്ങനെ നിന്നിട്ട് വല്ലാത്ത ഇടങ്ങേറ്. ഓർക്ക് ഫാത്തിഹയും അലന്തരം തീരാഞ്ഞിട്ട് ഓലിങ്ങനെ ഇടങ്ങേറ് നിൽക്കാണ്. വേറെ ആരോ കണ്ടു വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഖുശൂ ഇങ്ങനെ താങ്ങി നിൽക്കാണ്. ഖുശൂ താങ്ങിക്കല്ലത്, ഇടങ്ങേറോട് നിൽക്കുക. പാകത്തിന് കഴിച്ചാൽ മതി. അറബികളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണത്. ഹറമിൽ നോമ്പൊറുക്കാൻ വേണ്ടി ഇരുന്നോക്കി, എത്ര ചെറിയ ഭക്ഷണമാണ്, ഒറ്റൊന്നും വരെ പോണില്ലല്ലോ. ഓല് ഒരു അൽമറായിന്റെ ഒരു തൈര് ഉണ്ടാവും, ഒരു കുപ്പി തൈര്, അതാണ് കുടിക്കുക. ഒരു 2 ഗ്ലാസ് സംസം വെള്ളം, ഒരു 4 ചുള കാരക്കയും, പിന്നെ എന്തെങ്കിലും സമൂസ, ഒരു പൊരി ഉണ്ടാവും. നമ്മളങ്ങനല്ല, നമ്മളൊക്കെ അതിന്റെ എണ്ണം 3 അവസാനിപ്പിച്ചിട്ട് നിൽക്കുള്ളൂ. നമ്മളപ്പോൾ അതിന്റെ അഫ്ളൽ നമുക്ക് അപ്പോഴാ മനസ്സിലാക്കുക. വെള്ളം ആദ്യം ഒരു പിന്നെ കാരക്ക ഒരു 3 എണ്ണം. കാരക്ക കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഒരു ചീളും മതി. ഈത്തപ്പയാണെങ്കിൽ ഒരു 3 എണ്ണം പോന്നോട്ടെ, ആ ടേസ്റ്റിൽ 3 എണ്ണം. പിന്നെ ഒരു വലിയ ഗ്ലാസ്സിന്, ജ്യൂസ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ്, പിന്നെ തരിക്കഞ്ഞി, പിന്നെ പായസം ഉണ്ടെങ്കിൽ അതും എത്രയായി. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ പിന്നെ ഈ ചപ്പാത്തി, പൊറാട്ട, പത്തിരി, നൂൽപുട്ട്, ഇപ്പൊ അതിന്റെ പുറമെ വേറെ കുറെ ബുഖാരി മുസ്ലിം പറഞ്ഞ കുറെ ചോറ് ഇറങ്ങിയിട്ടുണ്ട്. അതും കുറെ മന്തിയും, മന്ദപ്പുള്ളവും മന്ദപ്പില്ലാത്തവര് കുറെ അങ്ങനെ. ഇതൊക്കെ കൂടി വാരി വെട്ടി മുണുങ്ങിയിട്ട് ഇവന് കാര്യമായിട്ട് ഈ തറാവീഹിന് വരുന്നതിനാരങ്ങള് ശേഷം പോയിട്ടുള്ള 10 കഞ്ഞി കുടിക്കാനുള്ള ഒരു എക്സസൈസിന് വേണ്ടി മാത്രം. അള്ളാന്റെ അടുത്തുനിന്ന് ഒരു ഒലക്കും കിട്ടില്ല, വെറുതെ ആ ഏർപ്പാട് നിൽക്കണം. ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ പള്ളിയിൽ ഈത്തിക്കാഫ് കരുതിന്റെ അത് കിട്ടും, വേറെ ഓരോ ഒലക്കും കിട്ടില്ല. നമസ്കാരം എന്തിനാണിത്? ഇതിനായിട്ട് മാത്രമുള്ള ഒരു മാസം. എന്നിട്ട് നമ്മൾ പറയാണ് രാവിലെയും രാത്രി 2 തലക്കലും ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ പറയാം റമദാൻ നല്ല സുഖാട്ടോ, ഒരു ക്ഷീണമില്ല. എങ്ങനെ ക്ഷീണം ഉണ്ടാള്? എങ്ങനെ ക്ഷീണ സഹോദരന്മാരെ? റമദാൻ അല്ലാത്ത കാലത്ത് ഇയാൾ 59 കിലോയാണ്, റമദാൻ കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് 75 ആയിട്ടുണ്ട്. കുറഞ്ഞിക്കല്ല, കൂടിയിരിക്ക. കാരണം അതിന് മാത്രമാണ്. എന്നിട്ട് ചില ആൾക്കാർക്ക് താങ്ങില്ല, അപ്പൊ ഒരു ഉറങ്ങാൻ, ഒരു വീട്ടിൽ തന്നെ ഉറങ്ങാൻ. അങ്ങനെ ഒരു ഉറക്കം തൂങ്ങികളാക്കി റമദാനെ കളയരുത്. റമദാനിന്റെ ആത്മീയമായ മാനം ശരിക്ക് കൽബിലും ശരീരത്തിലും ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. റമദാൻ മാസത്തിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണം. തറാവീഹ് നിസ്കാരത്തിനും വേണല്ലോ ഈമാനൻ വഹ്തിസാബൻ. പടച്ചോനെ ഇതെപ്പോഴാ തീരാന്ന് കരുതരുത്. തറാവീഹിന് നമ്മളവിടൊക്കെ ഞാൻ നിസ്കരിച്ചോണ്ട് കത്തോതിട്ട നിസ്കരിക്കും. ഞാൻ അവരോട് പറയും ഇങ്ങനെ നിസ്കരിക്കണം, ഇതിന് പാകൊപ്പിച്ച് നിങ്ങൾ തിന്നു വന്നാൽ മതി. ഇന്നങ്ങൾ പിരാകിയിട്ട് ഒരു കാര്യമില്ല. സൗകര്യമുള്ളവരൊക്കെ ഇഖ്ലാസോടെ കൂടി നിസ്കരിച്ചു. ഏറെ നീട്ടുന്നില്ല, പാകത്തിനുള്ളൂ. ഒരു പേജ് ഓതാൻ അത്ര തോന്നുണ്ടോ? മട്ടത്തിൽ ഫാത്തി ഓതുമ്പോഴേക്ക് പിന്നെ ആകെ 2 ആയത്തോ 3 ആയത്തോ കേൾക്കാണ്ടാകുള്ളൂ. ഒന്നൊന്ന് കേൾക്കുമ്പോ അതിന്റെ ഭംഗിയല്ലേ? ഒരു പേജ് ഓതുമ്പോ മാമൂമ് ഫാത്തി ഓതൂലേ? ഫാത്തിയോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതുകയാണെങ്കിൽ. മറ്റേതെങ്ങനെ ഫാത്തി ഓതുന്നു? മറ്റേ ഫാത്തിയൊക്കെ ഒരു പട്ടം പറക്കുമ്പോൾ പറ 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 എന്നാണ് ഓതുന്നത്. കാരണം 2 ശ്വാസത്തിലായിട്ട് ഇമാമ് ഫാത്തി ഓതുകയാണ്. 3ാമത്തെ ശ്വാസത്തിന്റെ 1/4 ശ്വാസത്തിലായിട്ട് സൂറത്ത് ഓതിയിട്ട് പിന്നെ അടുത്ത ശ്വാസത്തിൽ റുക്കൂയിലേക്കാ പോകണം.
അങ്ങനെ തീർക്കണേ. അങ്ങനെ അങ്ങോട്ട് പോവാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ആരും പരാജയമില്ല, കാരണം ഇത് വേഗം തീരണം. സിറാത്തൽ മുസ്തഖീം. ആരെ പരാജയമുണ്ട്? ആർക്കും പരാതിയില്ല, വേഗം തീർന്നോട്ടെ എന്നാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ അല്ലാഹു അക്ബർ. ഇത് പറയുമ്പോ ബാക്കിലുള്ള മാമൂം എന്തായി ഓതുന്നത്? ഒന്ന് പതുക്കെ ഫാത്തിഹ ഓതുകയാണെങ്കിൽ മാലിക് യൗമിദ്ദീൻ അല്ലാഹു അക്ബർ. എല്ലാ റക്അത്തിലും ഓ മസ്ബൂക്കാണ്. എല്ലാ റക്അത്തിലും ഇമാമിന്റെ കൂടെ മുവാഫിഖല്ല, മസ്ബൂക്ക. കാരണം ഫാത്തിഹയ്ക്ക് വിശാലമായ ഒരു സമയം കിട്ടീനോ? എവിടെ കിട്ടുന്നത്? ഫാത്തിഹ അങ്ങനെ ഔല് കേൾക്കുമ്പോൾ അങ്ങനെ കുത്തിക്കേക്കല, മട്ടത്തിൽ ഓതണ്ടേ? അതിനൊരു സമയം ശരിക്കും കിട്ടുന്നില്ല. അപ്പോ ഓന്റെ ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിക്കാൻ. ഇനി ഇമാമിന്റെ ശരിയായെങ്കിലല്ലേ പിന്നെ ഏറ്റെടുക്കുള്ളൂ. ഇമാമിന്റെ തന്നെ ശരിയില്ല, പിന്നെ ഇത് എവിടുക്ക ഏറ്റെടുക്കണത്? തള്ളിയാണ് പോകുന്നത്, ലാപ്സായി പോകും, ഒരു കാര്യമില്ല. അപ്പൊ ഈ മെനക്കെടുന്ന പണിയിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി കിട്ടണമെങ്കിലേ അതിന്റെ അധ്വാനുണ്ട്. ഞാൻ ദ്വീപിൽ പോയപ്പോ ദ്വീപേർ എന്നോട് പറഞ്ഞു, ഇവിടൊക്കെ സാധാരണ അലംതറ കൈഫ് ഓതും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ് ഓതും, പിന്നെ മൂന്നാം റക്അത്തിൽ ലീലാഫി ഓതും, നാലാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ്, 10 ഖുൽ ഹുവല്ലാഹ് ഓതും. അതിനപ്പുറത്ത് അലംതറ മുതൽ ലാസ്റ്റ് വരെ 10 സൂറത്താണല്ലോ. അങ്ങനെ 10. എന്നോട് ഇമാമുക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഖുൽ ഹുവല്ലാഹ് ആവർത്തിക്കണം, എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ നേർച്ചക്ക് ആവർത്തിച്ചോളി. ഞാൻ വല്ലുഹ മുതൽ താഴോട്ടുണ്ട് ഓതും. അതിന് സൗകര്യമുള്ളവർ കൂടിക്കോളി, അല്ലാത്തൊരു പൊയ്ക്കൂടി. ഒറ്റൊന്നും പോയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ആ സ്പീഡിൽ പോകുന്ന ഖുൽ ഹുവല്ലാഹ് അലംതറ ഓതിയിട്ട് നിങ്ങൾ ആരോ ഫാത്തിഹ ഓതലുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഫാത്തിഹ ഓതലെന്നല്ല, കാരണം ഞങ്ങളെ ഫാത്തിഹയൊക്കെ ഇമാമിനെ ഏൽപ്പിക്കല. അവര് പറഞ്ഞോട് ശരിയാണോ പറയുന്നത്? ഇമാമിനെ ഏൽപ്പിക്കലാണ്. അതെങ്ങനെ? ഒന്നാം റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാം റുക്കൂ പോയി, ഇയാൾ റുക്കൂ പോയി, ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. രണ്ടാം റക്അത്തിൽ ഇയാളിങ്ങനെ എണീറ്റ് സുജൂദ് കഴിഞ്ഞ ആളിങ്ങനെ എണീറ്റ് വന്ന് ഇയാളിങ്ങനെ പതുക്കെ ഫാത്തിഹ ഇങ്ങനെ ഓതി പോതിയാകുമ്പോഴേക്ക് ഇമാം റുക്കൂ പോയി, പിന്നെ ഇയാളും പോയി. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. ഇമാമിന്റെ ഫാത്തിഹ ശരിയല്ല, അപ്പൊ ഇയാളെ ഫാത്തിഹ ഏറ്റെടുക്കാൻ ആരുമില്ല. 4 കൊല്ലത്തിലായി. ആലോചിച്ചു നോക്കി. ഇജാതി പരിപാടി കൊണ്ട് ഒരു കാര്യമില്ല. നിസ്കരിക്കണതിന് മട്ടത്തിൽ നിസ്കരിക്കണം. അല്ലാഹു തആലാനെ പൊരുത്തം വിചാരിച്ച് സൂക്ഷ്മതയോടെ നിസ്കരിക്കണം. ആ റമളാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു പാപം പുറത്തിട്ടില്ല, പിന്നെ ആ പണിക്ക് നിൽക്കേണ്ടിയിരുന്നു. എന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും പോയിട്ട് ഒരു പാടം കൊത്തി കൊടുത്തിട്ടാണെങ്കിൽ കൂലി ചെയ്യുന്നു. അള്ളാഹുവിനും കൂലിട്ടും ഓനക്കും കൂലിട്ടും. എന്തിനാണ് ഈ പണി? അതുകൊണ്ട് ഇഹ്തിസാബൻ, പ്രതിഫലം കാംക്ഷിച്ച് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോ തന്നെ നമ്മൾ ക്ലോക്കൊക്കെ നോക്കണ ഓരോരുത്തരെ 8:30 അല്ലാഹു അക്ബർ. 2 റക്അത്ത് സലാം വീട്ടി പിന്നെ നോക്കുക 8:35. 2 റക്അത്തിന് 5 മിനിറ്റ്. 2 റക്അത്തിന് 5 മിനിറ്റ് ആവുമ്പോ 10 റക്അത്തിന് എത്ര മിനിറ്റ് ആവും? 50 മിനിറ്റ്. അപ്പൊ 20 റക്അത്തിന് എത്ര മിനിറ്റ് ആവും? 100 മിനിറ്റ്. എത്ര മണിക്കൂറായത്? 1 മണിക്കൂറും 40 മിനിറ്റ്. 1 മണിക്കൂറും 40 മിനിറ്റും തറാവീഹ് നിസ്കരിക്കേ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഞാൻ അപ്പുറത്തെ പള്ളി നടപ്പോയോക്കട്ടെ. എത്ര നമ്മളെ മടിയല്ലേ അത്? ഇഹ്തിസാബ് എന്ന് പറയുന്നത് പുറത്തല്ലേ. ഗുഫ്റ ലഹു മാ തഖദ്ദമ മിൻ, പാപം പുറത്തിട്ടോ. എങ്ങനെ ഇട്ടാനാ? ഒന്നും കിട്ടൂല. വെറുതെ ആ പണി കിട്ടരുത്. ചെയ്യുന്ന പണി പാപം പൊറുക്കപ്പെടുന്ന പണിയാണെങ്കിൽ ആ എടുക്കുന്ന അമലിൽ തികച്ചും ഇഖ്ലാസ് വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, നിസ്കാരം കൊണ്ട് പാപം പുറത്ത് കിട്ടണം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ കുറച്ച് നമ്മൾ ഹയാത്താക്കുകയാണ്. ആ ഹയാത്താക്കുന്ന രീതിയിൽ മടുപ്പ് തോന്നാൻ പാടില്ല, പൊങ്ങച്ചം വരാൻ പാടില്ല, കിബിർ വരാൻ പാടില്ല. ഒറ്റയിട്ട രാവുകളിൽ പുരുഷന്മാർ ഈത്തിക്കാഫിരിക്കുകയാണെങ്കിൽ നല്ല ഇഖ്ലാസോടെ ഈത്തിക്കാഫിരിക്കണം. ആരോടും പറയാനല്ല, ആരും അറിയാനല്ല, ആരും പുകഴ്ത്താനല്ല, നാട്ടുകാര് പബ്ലിസിറ്റി ചെയ്യാനല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഗീബത്ത് പറഞ്ഞ് ഈത്തിക്കാഫിന്റെ കൂലി ബാത്തിലാക്കരുത്, നമീമത്ത് പറഞ്ഞ് ബാത്തിലാക്കരുത്, ദുർചിന്ത കൊണ്ട് ബാത്തിലാക്കരുത്. ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി ദായിമാ
നന്നാക്കണം. റമദാനിലെ സ്ഥിരമായ ദിക്ർ അധികം ചൊല്ലണം. റമദാൻ ഒരു 30 ആകുമ്പോഴേക്ക് റമദാനിൽ എന്നും അധികരിപ്പിക്കേണ്ട 4 ദിക്റില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമദാൻ തീരുമ്പോഴേക്ക് ആയിരക്കണക്കിന് അത് മറികടക്കണം. അത്രത്തോളം അല്ലാഹുവോട് ചോദിക്കേണ്ട ശ്രേഷ്ഠമായ ദിക്റാണ് അത്. ചോദിച്ച് നമ്മുടെ നാവുകൾക്കൊക്കെ ഒരു പച്ചപ്പ് വരണം. ഇരിക്കട്ടെ, അധികരിപ്പിക്കേണ്ട ഒരു കാര്യം ഖുർആനോത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം റമദാനിൽ ഖുർആനോത്തിന് കിട്ടും. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിക്ക് ശേഷമല്ല, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുമല്ല, അത്താഴത്തിന്റെ നേരത്താണ്. അത് നമ്മൾ ആൾക്കാർ കല്ലത്തിലാക്കും. അങ്ങനെ കുറെ ആൾക്കാർ പകല് ഇനി എത്ര മണിക്കൂറാ പകല്? ഒരു 13 മണിക്കൂറോ 12? പകല് 12 മണിക്കൂർ പിടിച്ചിക്കണ്ടേ? ഒരു കെട്ട് ദിനേശ് വീഡിയോ അപ്പൊ വലിച്ചു അങ്ങനെയാണ് മുട്ടിയ. മറ്റേ ഒരു ഗ്ലാസ് വെള്ളം കുൽക്കുയ്യാനാ നിസ്കാരത്തിന് പോയി. 20 മിനിറ്റ് ഉണ്ടായിരുന്നു അത്താഴം കഴിച്ചിട്ട് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റ് ഊദ്യം തീർത്തു. വേറെ കുറെ ഏമാമാരുണ്ട്, അവര് തലേന്ന് പൊരിച്ചു വെച്ച കുറെ സമൂസ, കുറെ പൊരി, കുറെ പിരി ബാക്കിയുണ്ട്. അതും തിന്നിട്ട് ഓലും അതിന്റെ നേരം തീർത്തു. വേറെ കുറെ ഫുലാമാരുണ്ട്, ഓല് മൊബൈലിൽ തോണ്ടിയിട്ട് ഓല് നേരം തീർത്തു. പിന്നെ ഓതാൽ ആരാ? പിന്നെ ശ്രേഷ്ഠമായ സമയത്ത് എന്നാ ഓതുക? മുക്കിൽ പഞ്ഞിച്ചിട്ടോ? എല്ലാ ദിവസവും ഓതണം. അതിനാ ഞാൻ ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്താഴം കഴിച്ച് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് ഒരു 10 മിനിറ്റെങ്കിലും അള്ളാഹിനോട് പടച്ചോനെ 24 മണിക്കൂറിൽ ഏറ്റവും ഉത്തമമായ സമയമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിലൂടെ പഠിപ്പിച്ച 1-ാം നമ്പർ സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്, ശേഷമല്ല. ആ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് 30 രാവുകളിലും ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഉമ്മമാരെ, അങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ടെന്ന് പറയാനുള്ളൊരു മഹത്വവും അതിലാക്കാക്കി റബ്ബിനോട് ചോദിക്കാനുള്ളൊരു അപേക്ഷയും നമ്മുടെ ഭാഗത്ത് വേണം. രണ്ടാമത്തെ സമയം ഏതാണ്? സുബഹിക്ക് ശേഷമുള്ള സമയമാണ്. പിന്നുള്ള സമയം ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയമാണ്. ഇനി ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എന്താ പണി? പെട്ടെന്ന് നോമ്പറന്ന് കുറെ ആൾക്കാർ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് പകല് വരെയുള്ള ആ സമയമുള്ള മൊത്തം നോമ്പ് അങ്ങാടിയുള്ളവരോടും വരാത്തവരോടൊക്കെ സപ്ലൈ ചെയ്തിട്ട് ഒരു പള്ളിയേക്കാണ് പോകും. എല്ലാവർക്കും കുറച്ച് കൊടുത്തു. ളുഹർ വരെയുള്ള ഒരാൾക്ക്, അസ്ർ വരെ ഒരാൾക്ക്, മഗ്‌രിബ് വരെ ഒരാൾക്ക് നോമ്പ് തുറന്നതിന് ചൊക്കറ്. പിന്നെ ബനെന്താണ് ബന ചണ്ടേറ്റ് അങ്ങനെ ഒരു അലക്കിയില്ല.